വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിന 1 കോടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും. 1 കോടി രൂപ ആവശ്യപ്പെടാനാണ് സമരസമിതിയുടെ തീരുമാനം. ദീപക് മലയമ്മ ചേരുന്നു വിവരങ്ങളുമായി. ദീപക് മലയമ്മ, നഷ്ടപരിഹാരം 1 കോടി രൂപയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, നേരത്തെ തന്നെ ഇത്തരത്തിൽ നഷ്ടപരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഹർഷിന സമരം നടത്തുന്ന ഘട്ടത്തിലൊക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. ആരോഗ്യവകുപ്പുമായി സംസാരിക്കുന്ന ഘട്ടത്തിലും സർക്കാർ ഇക്കാര്യത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ തയ്യാറാകണമെന്നുള്ളതായിരുന്നു നിലപാട്. എന്നാൽ ആ നിലപാട് സർക്കാർ ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ 2 ലക്ഷം രൂപ ധനസഹായമായി നൽകാമെന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചു. അതിനെ ഹർഷിനയും സമരസഹായ സമിതിയും തള്ളുകയും ചെയ്തു. പിന്നീട് നിയമപോരാട്ടം എന്നുള്ള നിലയിലേക്ക് വലിയ തരത്തിൽ കാര്യങ്ങൾ പോയി. ഈ തെരുവോരത്തുൾപ്പെടെ ഹർഷിന സമരമിരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പോലീസ് അന്വേഷണം നടത്തുകയും കുറ്റക്കാരായ പ്രതികൾ 4 പേരുണ്ട്, അത് 2 ഡോക്ടർമാരും 2 നഴ്സുമാരും ആണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ കുന്നമംഗലം കോടതിയിൽ ഈ പ്രതിപട്ടിക സമർപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇതിൽ പ്രോസിക്യൂഷൻ നടപടി എടുക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ അനുമതി കഴിഞ്ഞ ദിവസം കിട്ടുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ACP കെ സുദർശൻ അടുത്ത ദിവസം തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിയമ പോരാട്ടത്തിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് ഹർഷിനയും സമരസഹായ സമിതിയും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരമായി വേണമെന്നുള്ളതാണ് ആവശ്യം. അങ്ങനെ ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ള നിലപാടിലേക്ക് ഹർഷിന എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ തന്നെ 2 ഡോക്ടർമാർ, CK രമേശ് ഉൾപ്പെടെയുള്ള 2 ഡോക്ടർമാർ, ഒപ്പം തന്നെ 2 നഴ്സുമാർ, അവർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. അത് നീങ്ങിയ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് നടപടി ഉണ്ടാകില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ ഹർഷിനയും സംഘവും എത്തിയിരിക്കുന്നത്. ഏതായാലും 1 കോടി രൂപ നഷ്ടപരിഹാരം എന്നുള്ള ആവശ്യത്തിലേക്കാണ് നിലവിൽ ഹർഷിന പോകുന്നത്. അരുൺ.